ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഫുഡി സ്റ്റാർ മലയാളം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കിഴി ബിരിയാണിയാണ്. ഒരു തവണ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയാൽ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും വേണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബീഫ് കിഴി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 സവാളയാണ്. വെളുത്തുള്ളി, ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, മല്ലിയില, ആഫ്രിക്കൻ മല്ലിയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എൻ്റെ വീട്ടിലുള്ളതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 3 തക്കാളി, 1 കഷ്ണം ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് തൈര്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. 100 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1 കിലോ അരി കൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഓയിലെല്ലാം നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള എല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടും. സവാള എല്ലാം നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ കാണിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി തക്കാളി എല്ലാം നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കാണിച്ച മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുത്തതാണ്. ഇനി ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ ബീഫിലേക്ക് മസാല എല്ലാം പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് സമയം വരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കണം. ഇനി ഈ ബിരിയാണിയിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എന്നിവ വറുത്തെടുത്തതാണ്. ഇനി വേണ്ടത് കിഴി കെട്ടാൻ വേണ്ടിയിട്ടുള്ള വാഴ ഇലയാണ്. അതൊന്ന് വാട്ടിയെടുക്കണം. ഇനി കിഴി കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വാഴനാരൊന്ന് വാട്ടിയെടുക്കണം. കെട്ടുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്ച്ചോറാണ്. ഇത് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയെടുത്തതാണ്. നേരത്തെ കാണിച്ച സവാള വറുത്തെടുത്ത ഓയിലിലാണ് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തത്. ഈ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് സവാള ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി കിഴി കെട്ടിയെടുക്കാൻ വേണ്ടി വാട്ടിയെടുത്ത ഇലയിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വറുത്തെടുത്ത സവാളയും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം വാഴനാര് കൊണ്ടൊന്ന് കെട്ടിയെടുക്കണം. കെട്ടുന്ന സമയത്ത് ഇല പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി ഈ കിഴി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കുഴിയുള്ള പാത്രം വെച്ച് അതിലേക്ക് ഒരു തരിക ഇറക്കി വെച്ച് അതിന് മേലെ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് വേണം ഈ കിഴി ഇറക്കി വെക്കാൻ. ശേഷം ഈ പാത്രം ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് പാത്രത്തിലെ വെള്ളം തിളക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം. വെള്ളം തിളച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വരെ ഇതുപോലെ വെക്കാവുന്നതാണ്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഈ കിഴി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. കൈ ചൂടാവാതെ ശ്രദ്ധിക്കാൻ നോക്കണം. അപ്പോൾ ബീഫ് കിഴി ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കണം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും തിന്നാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.